ഇതന്നെയല്ലേ വീട് ഇതല്ലേ? ആ തന്നെ, കാരണം അവിടെ നമ്മൾ താത്ത അന്വേഷിച്ചല്ലോ, അന്വേഷിച്ച പോലെ ഈ വീടായിട്ടാ പറഞ്ഞു. എന്നാലും ഇന്ന് അവിടെ നിൽക്കി, ഞാൻ ഇപ്പോൾ വരാം, പോയി വരാം. ആയിക്കോട്ടെ. ഈ അസ്രഫ് ഭൂമണിക്ക് പറഞ്ഞ ആള് ഞാൻ തന്നെ. എന്തേ, നിങ്ങൾ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ ഉണ്ട്. എന്റെ കാര്യപ്പെട്ട ഫയലും കുറച്ച് പൈസ ഒക്കെ പോയി. 2 ദിവസമായി നിങ്ങൾ തിരഞ്ഞെടുക്കണ്. ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണ്ടേ? എന്റെ കൈ കിട്ടിയോണ്ട് നന്നായി. ഓ കിട്ടിയോ? ആ അതിന്റെ തന്നെ, എന്റെ തന്നെ വലിയൊരു ഉപകാരമായി പോയി മോനെ. ടെൻഷൻ അടിച്ച് നിൽക്കുക അവിടെ. ഓ ആയിക്കോട്ടെ. എന്റെ കൈ കിട്ടിയോണ്ടേ വലിയൊരു ഉപകാരം ചെയ്യാൻ നമുക്ക് ഭയങ്കര സന്തോഷം. ചോദിക്കാനുണ്ടോ? ഓ പൈസല്ലേ? ഓ വലിയൊരു ഉപകാരം മോനെ, വലിയൊരു ഉപകാരം. നിങ്ങൾ കേറി ലേശം വെള്ളം ഒന്നും വേണ്ട. അല്ല ലേശം വെള്ളം നമുക്ക് റാത്താണ് അതിനോണ്ടിട്ടാണ്. എന്നാ ശരി. ഓ ഒന്നായിക്കോട്ടെ. അല്ല അവിടുന്ന് വരുന്നേര് ഇത്ര ദൂരെ വന്നതാണല്ലോ, ഓട്ടോ വിളിച്ചാ വന്നിന്. അപ്പൊ ഓട്ടോറിക്ഷക്കാരന് കുറച്ച് പൈസ. അതിനെന്താ, അത് നമുക്ക് കൊടുക്കാം. എത്ര വേണ്ടേ? അത് ഞാൻ മൂപ്പര് ചോദിച്ചാട്ടെ. ഇക്ക ഒന്നുകൂടെ വരി. നിങ്ങൾ എത്ര വേണ്ടേ? ഒരു 1500 രൂപ. എന്നാ ശരി. ആയിക്കോട്ടെ. എന്നാ ശരി കേട്ടോ. അല്ല തിരിച്ചാട്ട് പോണെങ്കിലും ഓട്ടോയില് എന്റെ വേറെ പൈസ ഒന്നും ഇല്ലേ? ഓട്ടോറിക്ഷയില് പോണാട്ട് 1500. ഇപ്പൊ കണക്ക് റെഡി അല്ലേ? അതല്ല, നിങ്ങളെ കാണാൻ വേണ്ടിട്ടേ 2 ദിവസമായിട്ട് ആ റൂം താമസിച്ചിന്. അതിന് 2000 രൂപ കൊടുക്കാണ്ട്. 2000? ഇനിയൊന്നും ഇല്ലല്ലോ, റെഡി അല്ലേ? ഇല്ല, അത് ഹോട്ടലിന് അവിടെ നിന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു ഞാൻ. അതിന് 1500 രൂപ കൊടുത്തിന്. 1500? ഇപ്പൊ ക്ലിയർ അല്ലേ? ഞാൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് മറ്റേ ഡ്രസ്സും കാണുന്നില്ല. ഇനി അപ്പൊ പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇത് കൂടി ആയിട്ട് പിടിച്ചോ. അല്ലാത്തൊരു ഓളായിപ്പോ. അതല്ല, നമ്മൾ ചെറിയൊരു കണക്ക് കൂടി. എനിക്കോ? എനിക്ക് എന്ത് കണക്കാണ് ഞാൻ? ഓരോരുത്തർ പാൻറ് ഷൂസ് ഇട്ട് വരും, വലിയ മാന്യന്മാരാണെന്ന് പറഞ്ഞു കണ്ട് പോവാ. ഇപ്പൊ കാലത്തെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റാതെ ഇത്ര കഷ്ടപ്പെട്ടിട്ടറിയാം നമ്മളത് കൊണ്ടേ കൊടുത്ത്. അയാൾ ചൂടാകുക. ഇനി മനക്കണ്ടില്ലേ? ആ അതന്നെ.